ഹായ് ഹലോ കൂട്ടുകാരെ, ഞാൻ വീണ്ടും നിങ്ങൾക്കരികിലെത്തിയിട്ടുണ്ട്. എൻ്റെ സ്വന്തം ചാനലായ ചക്കു ആൻഡ് കുഞ്ഞൂസുമായിട്ട് ഇപ്രാവശ്യവും കാര്യമൊത്ത പ്രസക്തമായ കുറച്ചേറെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ തന്നെയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇപ്രാവശ്യവും എൻ്റെ അജണ്ട കൃപാസനം തന്നെയാണ്. പക്ഷേ നിങ്ങളെപ്പോഴും ഓർക്കും ഞാൻ കൃപാസനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് നിങ്ങൾക്കരികിലെത്തുന്നതെന്ന്. ഇതിന് മറുപടി കൊടുക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കരികിലെത്തി. ഇന്നലെ ഒരു സഹോദരി വന്ന് പറയുകയുണ്ടായി, കർത്താവിൻ്റെ സഹനത്തിലൂടെ കടന്നു പോകുന്നവരല്ലേ നമ്മൾ, ചില കാര്യങ്ങൾ കേട്ടാൽ പ്രതികരിക്കാതിരിക്കണമെന്ന്. കർത്താവ് തമ്പുരാൻ പോലും പ്രതികരിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടില്ലേ സഹോദരി? അപ്പോൾ കർത്താവിന് വേണ്ടി പ്രതികരിക്കുക എന്നുള്ളത് എൻ്റെ കടമയായിട്ട് കരുതിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്കരികിലെത്തിയിരിക്കുന്നത്. ഇനി വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കാണുകയുണ്ടായി. ആ വീഡിയോയിലൂടെ അദ്ദേഹം പ്രസ്താവിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കൃപാസനത്തിലെ ഉടമ്പടി വസ്തുക്കളെല്ലാം തന്നെ പ്രധാനമായിട്ട് ഉപ്പ് മയക്കുമരുന്നാണ്. ആ മയക്കുമരുന്ന് കേരളത്തിലെ ഓരോ വ്യക്തികൾക്കും കൊടുത്ത് കേരളത്തിലെ വളർന്നു വരുന്ന തലമുറയെ പോലും നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കൃപാസനം എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. അതുമാത്രമല്ല, ആരോപണം വേറെ പല കാര്യങ്ങളുമുണ്ട്. കൃപാസനത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്കാരെ തേടി ഗുണ്ടകൾ അവരുടെ വീടുകളിൽ ചെല്ലുന്നു, അവരുടെ കൈയും കാലും തല്ലിയൊടിക്കുന്നു. പിന്നെ സ്ത്രീകളാണ് ആദ്യം ഭീഷണികളായി കൃപാസനത്തിനെതിരെ സംസാരിക്കുന്നവരെ തേടി ഫോൺ കോളുകൾ ചെല്ലുന്നത്. ആദ്യം സ്ത്രീകളുടെ ഫോൺ കോളുകളാണ് ചെല്ലുക. അതിനുശേഷം സ്ത്രീകൾ ഭീഷണിപ്പെടുത്തുന്ന രീതി സംസാരിക്കുന്നു. അതിനുശേഷം അവരെ തേടി വീടുകളിൽ ആളെത്തുന്നു, ഗുണ്ടകളെത്തുന്നു, കയ്യും കാലും ഒക്കെ തല്ലിയൊടിക്കുന്നു. അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ കേരളത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ ഒരുപാടേറെ മരണങ്ങൾ നടന്നു കഴിഞ്ഞു. ആ മരണത്തിനെല്ലാം ഉത്തരവാദി കൃപാസനമാണെന്ന് അയാൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ശക്തമായ ഒരു അന്വേഷണം വേണം. പക്ഷേ അന്വേഷണം ഉണ്ടാകില്ല. കാരണം രാഷ്ട്രീയ തലപ്പത്തിരിക്കുന്നവരെ പോലും പൈസ കൊടുത്ത് കൃപാസനം എന്ന് സ്വാധീനിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെതിരെ ഒന്നും നടപടികൾ ഉണ്ടാകാത്തതെന്നാണ് പുള്ളിയുടെ ഭാഷ്യം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങളോട് ഞാനൊന്ന് ചോദിക്കട്ടെ. കഴിഞ്ഞ കുറേയേറെ കാലമായി താങ്കളുടെ ചാനലിലൂടെ കൃപാസനത്തെ, ജോസഫച്ചനെ, ആ മണ്ണിനെയൊക്കെ ഒരുപാട് അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോകൾ താങ്കൾ ഇട്ടില്ലേ? ഇതുവരെ താങ്കളുടെ കയ്യും കാലും ആരും തല്ലിയൊടിച്ചില്ലല്ലോ. താങ്കളെ കൊല്ലാനായിട്ട് ആരും എത്തിയില്ലല്ലോ. താങ്കളിപ്പോഴും ജീവനോടെ തന്നെ ഇവിടെ ഇരുന്ന് ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുകയല്ലേ. പിന്നെ എന്തിൻ്റെ ബേസിലാണ് താങ്കൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ കേരളത്തിൽ മാത്രമല്ലടോ, ലോകം മുഴുവൻ ആൾക്കാർ ഇന്ന് കൃപാസനമ്മയുടെ ആൾക്കാരാണ്. എല്ലാവരും ഈ ഉപ്പും തേനും തൈലും ഒക്കെ കൊണ്ടുകൊണ്ടാണ് പോകുന്നത്, മെഴുകുതിരിയും ഒക്കെ മേടിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ലോകം മുഴുവൻ മയക്കുമരുന്നിന് അടിമയാണെന്ന് താങ്കൾ പറയൂടോ? ഞാൻ ഈ നിൽക്കുന്ന സിംഗപ്പൂർ മണ്ണിലാണ്. ഇവിടെ മയക്കുമരുന്ന് നിരോധിച്ചിരിക്കുന്ന നാടാ. ഇവിടെ എൻ്റെ പെട്ടിയിലാണ് ഞാൻ അമ്മയുടെ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നത്. അമ്മയുടെ ഉപ്പും തൈലവും തേനും ഒക്കെ കൊണ്ടുവന്നത്. എന്നെ എയർപോർട്ടിൽ പിടിച്ചതൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ ഉപ്പ് 3, 4, 5 ബോട്ടിലോളം ഉണ്ടായിരുന്നു. ഇവിടെ ഉള്ളവർ പലർക്കും കൊടുക്കാനുള്ള ബോട്ടിൽ കണക്കിന് സാധനമായിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിപ്പോരുന്നത്. എന്തായാലും എയർപോർട്ടിൽ വന്നപ്പോൾ എന്നെ ഒരു പോലീസും പിടിച്ചില്ല. അതിൽ നിന്ന് താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ അത് മയക്കുമരുന്നല്ല എന്ന്. പിന്നെ എന്തിന് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു? കൃപാസനത്തിലെ ഉടമ്പടി വസ്തുക്കൾ മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ വളർന്നു വരുന്ന ചെറിയ തലമുറയിലുള്ള വ്യക്തികളെ, കുഞ്ഞുങ്ങളെ പോലും കൃപാസനത്തിൻ്റെ ഭക്തി എന്ന ആ മാസ്മരിക ലോകത്തിലേക്ക് കൊണ്ടുവന്ന് മയക്കുമരുന്ന് പോലെ കുത്തിവെച്ചു കൊണ്ടിരുന്ന് കേരളത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ മാത്രമല്ല, ഈ സിംഗപ്പൂർ ഒരുപാട് ആൾക്കാരുണ്ട് കൃപാസനമ്മയെ വിശ്വസിക്കുന്നവർ. ഇപ്പോഴേ ഒരു 30 അംഗ സംഘം സായിപ്പന്മാർ വന്നിട്ടുണ്ടായിരുന്നു കൃപാസനം സന്ദർശിക്കാൻ. അപ്പോൾ അവർക്ക് മയക്കുമരുന്ന് കുത്തിവെച്ച് അവരെയും തങ്ങളുടെ ഈ കൃപാസനത്തിന് പരിധിയിലാക്കിയിരിക്കുകയാണല്ലേ. എന്തൊക്കെ മണ്ടത്തരങ്ങളായിരുന്നു വിളിച്ചു പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾക്കിത് നിർത്താറായില്ലേ? നിങ്ങൾ ഒന്നുകിൽ ഒരു കാര്യം ചെയ്യുക, നേരിട്ട് കൃപാസനത്തിൽ ചെല്ലുക. അവിടെ എന്താണ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുക എന്നല്ലോ. ഒരു വ്യക്തി ഒന്ന് പറയുകയുണ്ടായി, അയാൾക്ക് 2 ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു. ആ ടൂറിസ്റ്റ് ബസ് കൃപാസനത്തിൽ വന്ന് അയാളും അയാളുടെ ഭാര്യയും കൂടെ ഉടമ്പടി എത്തിയതിനു ശേഷം അയാൾക്കെല്ലാം നശിച്ച് വെണ്ണൂറായി. കൃപാസനം മൊത്തവും കള്ളത്തരമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും കൃപാസനത്തിൽ പോകരുത്. അത് ആളെ കാണിക്കുന്നില്ല, അയാളുടെ വോയിസ് മെസ്സേജ് മാത്രമാണ് കേൾപ്പിക്കുന്നത്. എന്നാൽ പോലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എനിക്ക് നിങ്ങളോട് പറയാനൊന്നുമില്ല. മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേൾക്കാതെ നിങ്ങൾക്ക് നേരിട്ട് വരാം കൃപാസനത്തിൽ. നേരിട്ട് കൃപാസനത്തിലെത്തി അവിടെ എന്താണ് നടക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാം. അവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതെന്താണ് അതിലുള്ളതെന്ന്. ഉപ്പാണോ, തേനാണോ, അല്ലെങ്കിൽ എന്താണ് തൈലമെന്ന് പറഞ്ഞു കൊടുക്കുന്ന എന്ത് സാധനമാണ് എന്നൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോറൻസിക് ലാബിലൊക്കെ കൊണ്ടുപോയി നിങ്ങൾക്ക് പരിശോധന നടത്തി നിങ്ങൾക്ക് സ്ഥിരീകരിക്കാവുന്നതാണ്. അല്ലാതെ മറ്റുള്ളവർ പറയുന്നൊരു വാക്ക് കേട്ട് ദൈവത്തെ ഓർത്ത് കൃപാസനത്തെ അനലൈസ് ചെയ്യാൻ വരരുത് എന്ന് മാത്രമാണ് പ്രിയപ്പെട്ട സഹോദര നിങ്ങളോട് എൻ്റെ അപേക്ഷയാണത്.
നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇത് സ്വീകരിക്കുക. നിങ്ങൾ കുറേയേറെ കാലമായി പലവിധ ആരോപണങ്ങളും കൃപാസനത്തിനെതിരെ നയിക്കുമ്പോഴും കുറേയേറെ ആൾക്കാർ നിശബ്ദരായി ഇതെല്ലാം കേട്ടിരിക്കുമ്പോഴും എന്നെപ്പോലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇതിനെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി മറ്റൊരു സഹോദരനുള്ളൊരു മറുപടി കൂടി ഞാൻ കൊടുത്തോട്ടെ. അദ്ദേഹം വളരെയധികം ദുഃഖത്തോടു കൂടി ഞാനിട്ട് കൃപാസനമ്മയെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് അദ്ദേഹം ഒരു കമൻസ് ഇടുകയുണ്ടായി. സങ്കടത്തോടെ പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതല്ല. കർത്താവ് തമ്പുരാന് 1-ാം സ്ഥാനവും 2-ാം സ്ഥാനവും 3-ാം സ്ഥാനവും കത്തോലിക്കർക്കിടയിലില്ല, പരിശുദ്ധ അമ്മയ്ക്കാണ് സ്ഥാനമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, താങ്കൾക്കൊരമ്മയില്ലേ? ആ അമ്മയ്ക്ക് സ്ഥാനമൊന്നുമില്ല വീട്ടിൽ. താങ്കളുടെ അമ്മയെന്ന സ്ഥാനമല്ലേ കൊടുക്കുന്നത്? താങ്കൾ കൊടുക്കുന്ന അമ്മയെന്ന സ്ഥാനത്തിനപ്പുറം എത്രയോ സ്ഥാനമാനങ്ങൾ ആ അമ്മയെ തേടിയെത്തുന്നു. ചിലപ്പോൾ ആ കുടുംബത്തിലുള്ള പലരും പലവിധ സ്ഥാനമാനങ്ങൾ ആ അമ്മയ്ക്ക് കൊടുക്കുന്നില്ലേ? നമ്മളിപ്പോൾ എല്ലാവരും അമ്മയായിട്ട് തന്നെ കാണുന്നു. പിന്നെ കൃപാസനത്തിൽ 1-ാം സ്ഥാനം അമ്മയ്ക്കാണ് എന്ന് കരുതരുത്. അതൊരു തെറ്റായ ചിന്താഗതിയാണ്. കാരണം അവിടെ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആലയമാണ്. ആ പരിശുദ്ധ കുർബാനയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കർത്താവ് തമ്പുരാനാണ്. അവിടെ പരിശുദ്ധ അമ്മയെ 1-2 സ്ഥലത്ത്, നമ്മുടെ കുർബാന 1-2 സ്ഥലത്ത് മാത്രമാണ് അമ്മയെ നമ്മൾ സ്മരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും കർത്താവ് തമ്പുരാൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിവ്യകാരുണ്യ ആരാധന നടക്കുമ്പോൾ, ധ്യാനം നടക്കുമ്പോൾ അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ എടുത്തു വെച്ചാണ് നമ്മൾ ആരാധിക്കുന്നത്. അവിടെ മുഴുവൻ കർത്താവിൻ്റെ വചനമാണ് പ്രകീർത്തിക്കപ്പെടുന്നത്. ബൈബിൾ വചനങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആ ധ്യാനം മുഴുവൻ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും എല്ലാം ബൈബിളിലെ കർത്താവിൻ്റെ ദൈവനിവേശിതമായ വചനങ്ങളിലൂടെയാണ്. അതിലാണ് അത് അവസാനിക്കുന്നത് പോലും. അടുത്തതായിട്ട് ഇനി ഒന്നുകൂടി പറയട്ടെ പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ കൊന്തമണികൾ ഉരുവിടുന്ന റോസറി, അതായത് പരിശുദ്ധ അമ്മയുടെ കൊന്ത, ആ കൊന്തകളിൽ നമ്മുടെ സന്തോഷത്തിൻ്റെ രഹസ്യമാകട്ടെ, ദുഃഖത്തിൻ്റെ രഹസ്യമാകട്ടെ, മഹിമയുടെ രഹസ്യമാകട്ടെ, ഈ രഹസ്യങ്ങളെല്ലാം ക്രോഡീകരിച്ച് കൊണ്ടുപോകുന്നത് കർത്താവിൻ്റെ പീഡാസഹനങ്ങളിലൂടെയാണ്. അദ്ദേഹം താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വായിച്ചു നോക്കാം. നമ്മൾ ഓരോന്നും അനുസ്മരിക്കുന്നതും പീഡാസഹനങ്ങളെ അനുസ്മരിച്ചിട്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ സമർപ്പിച്ച് കാഴ്ചവെച്ചിട്ട് കർത്താവിൻ്റെ കാൽപാദത്തിൽ സമർപ്പിക്കാനാണ് അമ്മയോട് ആവശ്യപ്പെടുന്നത്. പിന്നെ മറ്റൊരു സഹോദരി വന്ന് ചോദിച്ചു, ഉടമ്പടി എന്തിൻ്റെ ബേസിലാണെന്ന്. കാനായിലെ കല്യാണ വിരുന്നിലേക്ക് കർത്താവ് തമ്പുരാൻ കടന്നു ചെന്നപ്പോൾ അവിടെ അവരുടെ ആവശ്യം അറിഞ്ഞ്, അവർക്ക് വേണ്ടതെന്തോ അത് ആവശ്യം പറഞ്ഞ് അവർക്ക് വീഞ്ഞ് തീർന്നു പോയി എന്ന് കർത്താവിനോട് വന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അതിന് നിങ്ങൾക്കും എനിക്കും എന്താ എന്ന് ചോദിക്കുന്നെങ്കിൽ പോലും അമ്മയുടെ വാക്കുകളനുസരിച്ച് കർത്താവ് ആദ്യമായിട്ട് തൻ്റെ പരസ്യ ജീവിതകാലത്തെ ആദ്യത്തെ അത്ഭുതം കർത്താവ് ചെയ്യുന്നത് ആ കാനായിലെ കല്യാണ വിരുന്നിലാണ് ആദ്യത്തെ അത്ഭുതം ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധ അമ്മ എന്ത് പറഞ്ഞാലും ആ മകൻ അനുസരിക്കും. എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന മകനാണ്. അതുകൊണ്ടാണല്ലോ കർത്താവ് തൻ്റെ തൻ്റെ മരണത്തിന് ശേഷം സ്വർഗത്തിലേക്ക് കർത്താവ് പരിശുദ്ധ അമ്മയെ കൊണ്ടുപോയി ത്രിലോകരജ്ഞിയായി അവരോധിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അത്രയും പാവനമായ ഒരു സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കണമെങ്കിൽ കർത്താവിൻ്റെ മനസ്സിൽ അത്രയേറെ മഹത്തരമായൊരു സ്ഥാനമാണ് പരിശുദ്ധ അമ്മയ്ക്കുള്ളത്. ആ പരിശുദ്ധ അമ്മ എന്തു പറഞ്ഞാലും മകൻ കേൾക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അമ്മയുടെ മാധ്യസ്ഥ സഹായിച്ചതിന് അമ്മയുടെ മുമ്പിൽ ചെല്ലുന്നത്. കാരണം ഓരോരുത്തരും കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്ത് നമ്മുടെ 6 നിയോഗങ്ങളും കർത്താവ് തമ്പുരാൻ്റെ പരിശുദ്ധ അമ്മയുടെ പേടകത്തിനുള്ളിൽ നിക്ഷേപിച്ചിട്ട് നമ്മൾ കർത്താവിനോട് അല്ലെങ്കിൽ അമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എൻ്റെ അപേക്ഷകളും നിയോഗങ്ങളൊക്കെ അമ്മ മകനോട് പറഞ്ഞോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താ? മകൻ അവിടെ 1-ാം സ്ഥാനമുണ്ടെന്നല്ലേ? ഒരിക്കലും താങ്കൾ അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. താങ്കൾ ഒരുപാട് ദുഃഖത്തോടെ വന്ന് പറഞ്ഞാൽ താങ്കൾ ഒരിക്കലും ചിന്തിക്കില്ലേ കത്തോലിക്ക സഭക്കാർക്ക് കർത്താവിനേക്കാൾ വലുതാണ് പരിശുദ്ധ അമ്മ എന്ന്. അമ്മയ്ക്ക് മകൻ കൊടുക്കുന്ന ആ സ്ഥാനം ഞങ്ങൾ മനസ്സിലാക്കുന്നു, ആ സ്ഥാനം ഞങ്ങളും കൊടുക്കുന്നു. അമ്മയ്ക്ക് അത്രയേറെ മഹത്തരമായൊരു സ്ഥാനം കൊടുക്കുന്നവരാണ് കർത്താവ് തമ്പുരാൻ. ആ കർത്താവ് തമ്പുരാൻ്റെ അതേ മഹത്തരമായ സ്ഥാനം ഞങ്ങളും അമ്മയ്ക്ക് കൊടുക്കുന്നു. ഒരിക്കലും ഞങ്ങൾ അമ്മയില്ലാതെ മകനുണ്ട് എന്ന് ഞങ്ങൾ പറയില്ല. കാരണം അങ്ങനെ അമ്മയെ ഇല്ലാതെ മകൻ ഉണ്ടാകില്ലല്ലോ. ഈ ലോകത്ത് എപ്പോഴും മക്കൾക്ക് ജന്മം കൊടുക്കണമെങ്കിൽ അവിടെ ഒരു അമ്മ ഉണ്ടായേ പറ്റുള്ളൂ. അമ്മയില്ലാതെ മകൻ ഒരിക്കലും ഉണ്ടാകില്ല. അപ്പോൾ ഈ നിങ്ങളുടെയൊക്കെ ധാരണകൾ എന്താണ് കൃപാസനത്തെ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കൃപാസനത്തെ ക്രിറ്റിസൈസ് ചെയ്യുന്നവർ ആദ്യം കൃപാസന മണ്ണിലൊന്ന് കാലുകുത്തുക. അവിടെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയുക. ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുപോയി നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മേടിച്ച് ഉപയോഗിച്ചിട്ട് അത് ഏതെങ്കിലും ഫോറൻസിക് ലാബിൽ കൊണ്ടുപോയി നിങ്ങൾക്ക് പരിശോധന വിധേയമാക്കിയിട്ട് അതെന്താണെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാം. പിന്നെ ഒന്ന്, ഈ കൊണ്ടുപോയി ഫോറൻസിക് ലാബിലായാലും നർക്കോട്ടിക് സെല്ലിലായാലും നിങ്ങൾ പരിശോധനയ്ക്ക് കൊടുക്കുന്ന ആ ഉപ്പ് തന്നെ ആയിരിക്കണം. പകരം മയക്കുമരുന്ന് കൊണ്ട് കൊടുത്തിട്ട് കൃപാസനത്തെ കൊടുക്കാമെന്നാരും ധരിക്കരുത്.
അച്ഛൻ്റെ പിറകെ ഇറങ്ങാൻ ഞങ്ങൾ ഒരുപാട് പേരുണ്ടാകും. കൃപാസനത്തെ രക്ഷിക്കാൻ വേണ്ടിയല്ല, ഞങ്ങളുടെ അമ്മയെ സ്നേഹിക്കും. ഞങ്ങൾക്ക് അമ്മയോടുള്ള സ്നേഹമാണത്, ജോസഫ് അച്ഛനോടുള്ള ഞങ്ങളുടെ സ്നേഹമാണത്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. വീണ്ടും വീണ്ടും ഇതൊക്കെ വന്ന് പറയേണ്ടി വരുമ്പോൾ എനിക്ക് ഒരുപാടേറെ സങ്കടമുണ്ട്. കാരണം ഞാനും അമ്മയെ അത്രയേറെ സ്നേഹിക്കുന്നു. അമ്മയെ മാത്രമല്ല, ആ മകനെയും. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കർത്താവ് തമ്പുരാന് തന്നെയാണ് കേട്ടോ. കത്തോലിക്കർക്കാർക്കും കർത്താവിനെ വേണ്ട എന്നാരും ധരിച്ചു വെക്കല്ലേ. കർത്താവ് കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങൾക്ക് എന്തും. കർത്താവില്ലെങ്കിൽ ജോസഫച്ചനില്ല സഹോദര, കർത്താവില്ലെങ്കിൽ പരിശുദ്ധ അമ്മയില്ല. പരിശുദ്ധ അമ്മ എന്നൊരു വ്യക്തി ഉണ്ടായതുകൊണ്ടാണ് കർത്താവ് ഉണ്ടായത്. കർത്താവിൻ്റെ പിതാവിൻ്റെ തിരുമുമ്പിൽ അങ്ങയുടെ അഭിഷ്ടം എന്നി നിറവേറട്ടെ എന്ന വാക്കിൻ്റെ ഒറ്റപ്പുറത്ത് ആണ് പരിശുദ്ധ അമ്മ ഇന്ന് ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന അമ്മയായി മാറിയിരിക്കുന്നത്. കൃപാസനത്തെ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് കൃപാസന അമ്മ എന്ന് വിളിക്കപ്പെടുന്നു. വേളാങ്കണ്ണി പ്രത്യക്ഷപ്പെട്ടു, വേളാങ്കണ്ണി അമ്മ എന്ന് വിളിക്കുന്നില്ലേ? ലൂർദ് പ്രത്യക്ഷപ്പെട്ട അമ്മയെ ലൂർദ് മാതാവ് എന്ന് വിളിക്കുന്നില്ലേ? അതേപോലെ അമ്മ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ എന്ന് ചിന്തിക്കുക, ആരും കണ്ടിട്ടില്ല. ഒരാളുടെ ആരോപണമാണ്. വേറെ ആരും കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയെ കണ്ടിട്ടില്ല. അതിനോടൊന്ന് പറഞ്ഞോളട്ടെ, വേളാങ്കണ്ണിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടു, ആരും അമ്മയെ കണ്ടിട്ടില്ല. അത് നിയോഗം കിട്ടിയവർ മാത്രം കണ്ടവരാണ്. അതേപോലെയാണ് കൃപാസനത്തിലും. ജോസഫ് അച്ഛനായിരുന്നു നിയോഗം പരിശുദ്ധ അമ്മയെ കാണാനായിട്ടും കണ്ടുമുട്ടാനായിട്ടും. അതുകൊണ്ട് അദ്ദേഹം മാത്രമാണ് കൃപാസനത്തിൽ അമ്മയെ കണ്ടത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ പറഞ്ഞതൊക്കെ താങ്കൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലും എൻ്റെ ചാനലിൻ്റെ ഇടയിൽ വന്ന് മെസ്സേജ് ഇടുന്നവർക്ക് ഞാൻ ഒരു കൂപ്പുകൈ മാത്രമേ അയക്കുള്ളൂ. മറുപടികൾ ഇവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് കാത്തിരിക്കാം എൻ്റെ മറുപടികൾക്ക് വേണ്ടി. ഓക്കെ, ബൈ.